പ്രൈസ് ദ ലോർഡ്. സെരുബ്ബാബേലിനോട് പരിശുദ്ധാത്മ പറഞ്ഞൊരു വാക്യം ഇന്നും ഓർമ്മ വരുന്നു. സെരുബ്ബാബേൽ അതിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ. സെരുബ്ബാബേലിന്റെ മുമ്പിൽ ഒരു വലിയ പർവ്വതം നിൽക്കുക. തനിക്ക് തന്നെ ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യം പൂർത്തീകരിക്കണം, പക്ഷെ കഴിയുന്നില്ല. പർവ്വതം പോലെ തടസ്സം നിൽക്കുകയാണ്, വലിയ പർവ്വതങ്ങൾ. ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യും തനിക്ക് അറിയത്തേയില്ല. ഞാൻ ഓർക്കുന്ന ഒത്തിരി പ്രാർത്ഥിക്കുകയും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും ശബത്തുകൾ ആചരിക്കുകയും ചെയ്ത സ്ത്രീകൾ പറഞ്ഞൊരു വാക്യമുണ്ട്, ഞങ്ങൾക്കൊണ്ട് ഈ കല്ല് ആരുരുട്ടി. അതൊരു കേവലൊരു കല്ലാണ്. ഒത്തിരി പ്രാർത്ഥിച്ച് ആരാധിച്ചിട്ടും ഒരു കല്ലുരുട്ടി മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. പിന്നെ എങ്ങനെ സെരുബ്ബാബേലിന് തമ്മ മുമ്പിൽ നിൽക്കുന്നതായ വലിയ പർവ്വതത്തെ മാറ്റാൻ കഴിയും? എങ്കിലും വിശ്വാസത്തോടു കൂടെ പർവ്വതം ഉണ്ടെന്നറിഞ്ഞിട്ടും തടസ്സമാണെന്നറിഞ്ഞിട്ട് തന്നെ ഏൽപ്പിച്ച വേല ചെയ്യുവാൻ ദൈവദാസൻ റെഡിയായി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ പർവ്വതത്തോട് ദൈവം കൽപ്പിക്കാൻ പോകുകയാണ്. ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തെ ഒറ്റ സെക്കൻഡോട് ദൈവം സമഭൂമിയാക്കി മാറ്റി. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നോട് പറയുന്നു, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം എത്ര വലുതാണെങ്കിലും, അത് പർവ്വത സമാനമാണെങ്കിലും, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്നതാണെങ്കിലും, നിന്നെ ഏൽപ്പിച്ച വേല ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽ പർവ്വതത്തെ വെട്ടി നിരപ്പാക്കി നിന്റെ ആത്മീയ പണിക്ക് വേണ്ടി, നിന്റെ സാമ്പത്തിക ഭൗതിക വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി ഉടമല ദൈവം ചില അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഏത് തടസ്സത്തെ വെട്ടി മാറ്റിക്കൊണ്ട് നിനക്ക് വേണ്ടി വഴി തുറക്കും ദൈവം ഇന്ന് പകൽ നിനക്കായി എഴുന്നള്ളി വരുന്നു. വിശ്വസിക്കുക, ധൈര്യത്തോടെ മുന്നേറുക. ഇന്ന് പകൽ തടസ്സത്തെ വെട്ടിക്കളഞ്ഞ് വഴിയൊരുക്കുന്നൊരു ദൈവ സാന്നിധ്യം നിനക്കായി ഇന്ന് പകൽ ശലിക്കുന്നു. ആമേൻ.